ഇത് വന്ന് പനനൊങ്ക്. നമ്മള് യാത്രയിലാണ്. നല്ല ചൂടായി കേട്ടോ. ഞങ്ങൾ ആലപ്പുഴയിൽ നിന്ന് പത്തനംതിട്ടയ്ക്ക് പോവാണ്. അപ്പോഴാണ് ഈ പനനൊങ്ക് കഴിക്കാൻ വേണ്ടി ഇരുന്നത്. കഴിച്ചു നിന്നപ്പോഴേ ടെമ്പ ബാവുമയെ കണ്ടു. നിതിൻ ചെറിയാൻ ചെങ്ങന്നൂരിൽ പുലിയൂർ ബ്ലോക്ക് ഡിവിഷനിൽ കോൺഗ്രസിനായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ടെമ്പ ബാവുമയുടെ മുഖച്ഛായയുള്ള നിതിനെ കാണാനാണ് നമ്മൾ പോകുന്നത്. ചെങ്ങന്നൂര് പുലിയൂര് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ മൊത്തം അപരന്മാരെ കുറിച്ച് പറയല്ലേ, ഒരുപാട് അപര സ്ഥാനാർത്ഥികൾ. എന്നാൽ ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ടെമ്പ ബാവുമയ്ക്ക് ഒരു അപരൻ പുലിയൂര്. മിസ്റ്റർ നിതിൻ ചെറിയാൻ, എങ്ങനെയുണ്ട് പുലിയൂരിൽ ഇത്തവണത്തെ പ്രചാരണം? നല്ല രീതിയിൽ പോകുന്നു. ജയിക്കും എന്നാണ് പ്രതീക്ഷ. ചെങ്ങന്നൂർ ബ്ലോക്കിലേക്ക്, ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ പുലിയൂർ ഡിവിഷൻ പ്രചാരണത്തിന് പോകുമ്പോഴേ എത്ര ആളുകൾ പറഞ്ഞു? ടീനേജേഴ്സ് ആണ് കൂടുതലും പറഞ്ഞേക്കുന്നത്. അവർക്കാണല്ലോ കൂടുതൽ അറിയാവുന്നത്. പുലിയൂർ ഒരു ഗ്രൗണ്ട് ഉണ്ട്. അവിടെ എല്ലാ ഞായറാഴ്ചകളിലും മത്സര കളികൾ നടക്കാറുണ്ട്. അപ്പോൾ അവിടുത്തെ കഴിഞ്ഞ ഞായറാഴ്ച അവിടെ ചെന്ന് അവർ നമ്മളെ നമുക്ക് കിട്ടാത്തൊരു അംഗീകാരം ലഭിച്ചതെന്ന് പറയുമ്പോൾ അവിടെ പോയി കളിച്ചോ? അവർക്കൊന്നും കളിച്ചില്ല, അതിനുള്ള സമയമില്ലായിരുന്നു. ഇലക്ഷൻ ചൂടിൽ നിൽക്കുമ്പോൾ കളിക്കാനുള്ള സാഹചര്യം ഉണ്ടായില്ല. ഇലക്ഷനിലെ ക്രിക്കറ്റ് താരങ്ങളുടെ വോട്ടൊക്കെ ഉറപ്പിച്ചു. 100 വട്ടം. ചെങ്ങന്നൂരിലെ ടെമ്പ ബാവുമ ക്രിക്കറ്റ് കളിക്കാറില്ലേ? കളിക്കാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ഇലക്ഷൻ വന്നപ്പോഴാണ് നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് അറിഞ്ഞതും ഇത് കാണാനുണ്ടായ സാഹചര്യം. യഥാർത്ഥ ടെമ്പ ബാവുമയെ കുറിച്ച് അറിയാം. പരാജയപ്പെട്ടു പോകും എന്ന് തോന്നിയ മത്സരങ്ങളിലെല്ലാം ദക്ഷിണാഫ്രിക്കയ്ക്ക് വമ്പൻ ജയം നേടിക്കൊടുത്ത ഒരാളാണ്. പ്രത്യേകിച്ച് ഇന്ത്യയുമായി കളിക്കാൻ വന്ന സമയത്ത് ഇവിടെ അവർക്ക് അങ്ങനെ ഇളക്കം തട്ടിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. അവിടെ ടെമ്പ ബാവുമയാണ്. അപ്പം യഥാർത്ഥത്തിൽ ടെമ്പ ബാവുമ എന്ന് പറയുന്ന ഒരു ടർബണേറ്ററാണ്. ഏത് നിമിഷവും അട്ടിച്ചു കയറാൻ ഒരു കെൽപ്പുള്ള ഒരു മനുഷ്യനാണ്. എങ്ങനെയാണ് ഇവിടെ പിടിച്ചെടുക്കാൻ പോകുന്ന കെൽപ്പുള്ള ഒരു സ്ഥാനാർത്ഥി? നല്ല വിജയസാധ്യതയാണ്. ആല ആയിലുള്ള വ്യക്തിയാണ്. എന്നാൽ ആല പഞ്ചായത്തിൽ നിന്ന് പുലിയൂർ ഡിവിഷനിലേക്ക് സ്ഥാനാർത്ഥി പാർട്ടി കൊടുത്തപ്പോൾ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് കൊടുത്തതാണ്. തീർച്ചയായിട്ടും ആ വിശ്വാസം നിറവേറ്റപ്പെടും. റൈച്ചൽ ടീച്ചർ, എങ്ങനെയുണ്ട് നിതിന് ഒപ്പം പോകുന്ന സമയത്ത്? നല്ല പ്രതികരണമാണ് കിട്ടുന്നത്. ഒത്തിരി സന്തോഷത്തോടെയാണ് ഈ പ്രചരണം നടത്തുന്നത്. കുറച്ച് ആത്മവിശ്വാസത്തോടെയാണ്. ഞങ്ങൾ ഈ ടെമ്പ ബാവുമ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ശരിക്കും ഉറപ്പിക്കുന്നു. തീർച്ചയായും നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ഇത് ഇടതുപക്ഷത്തിന്റെ ഒരു സാധാരണ ജയിച്ചു വരുന്ന ഒരു ഡിവിഷനാണ്. സ്വാഭാവികമായിട്ട് ഈ പ്രാവശ്യം നമുക്കത് പിടിച്ചെടുക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. 1 മുതൽ 9 വാർഡുകളാണ് ഈ ഡിവിഷനിൽ വരുന്നത്. ഇവിടെല്ലാം മികച്ച ഭൂരിപക്ഷത്തോട് തന്നെ നമുക്ക് ജയിക്കാം. ദക്ഷിണാഫ്രിക്കയെ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? ഈയിടെയായിട്ടാണ് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഞാൻ ആദ്യം ഈ ട്രോള് കാണുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി, സാധാരണ ട്രോൾ എന്ന് പറഞ്ഞാൽ ഒരാളെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന സംവിധാനമാണ്. പക്ഷേ ഈ ഒരു ട്രോള് വന്നത് എനിക്ക് അനുഗ്രഹമായി ഞാൻ ഈ ഇലക്ഷനിൽ കാണുന്ന ഒരാളാണ്. ആവശ്യം വന്നില്ല. ട്രോളും അനുഗ്രഹമാണ് ചിലപ്പോൾ. അതെ, ട്രോളും ഗുണം ചെയ്യും എന്ന് മനസ്സിലായത്. ഓക്കെ, താങ്ക് യു. എന്തായാലും ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് തീർച്ചയായും കാണാൻ